സ്വാമിജി, ഈ അമൃതസ്യ പുത്ര എന്നുള്ള സംബോധന കേട്ട ഭാരതീയർ നമ്മളൊരു വലിയ ജ്ഞാനത്തിൻ്റെ ഉടമകളായിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ഇന്ന് അനുഭവിക്കുന്നത് ആധുനിക കാലത്ത് മനുഷ്യൻ സംഘർഷങ്ങളിലാണ്, മനുഷ്യൻ വേദനകളിലാണ്, പ്രതിസന്ധികളിലാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും നമ്മൾ ചോദിച്ചാൽ ടെൻഷനാണ്. സ്വാമിജി ധാരാളം വ്യക്തികളോട് ഇടപെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സ്വാമിജി മനുഷ്യരുടെ ഈ ആകുലതയ്ക്ക് ആധ്യാത്മിക ചിന്തകൾ ഒരു കരുത്താവുന്നത്? ആളുകൾ കരുതി ആധ്യാത്മികത എന്ന് പറയുന്നത് സന്യാസിമാർക്കും ആശ്രമങ്ങൾക്ക് കഴിയുന്നവർക്കും വേണ്ടിയുള്ളതാണെന്ന്. പക്ഷേ അങ്ങനെയല്ലെന്നാണ് അമ്മ പറയുന്നത്. ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്താർജിക്കാനും ഇതിനപ്പുറമുള്ള അനുഭവ തലത്തിലേക്ക് ഉയരുവാനും ഉള്ള അവസരമാണ് ജീവിതം. അതായത് ചോദ്യങ്ങളില്ലാതെ എക്സാം നടത്താൻ പറ്റില്ല. നമ്മളൊരു പരീക്ഷാ ഹാളിലാണ്. ഇവിടെ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിരിക്കും, ചിലത് ഈസി ആയിരിക്കും, പക്ഷേ കഠിനമായ ചോദ്യങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും സുഖം മാത്രം പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും. കാരണം പലപ്പോഴും നമ്മളുടെ കഴിവുകൾ ഉണർത്തുന്നത് പ്രശ്നങ്ങളുള്ളപ്പോഴാണ്. എല്ലാ കഴിവുകളും നമ്മുടെ ഉള്ളിലുണ്ട്. പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവുകൾ ഉണരുവാനുള്ള സാഹചര്യമായിട്ട് ജീവിതത്തിലെ വിഷമസന്ധികളെ ഉപയോഗിക്കണം. അതാണ് അർജുന വിഷാദ യോഗത്തിൽ പറയുന്നത്, വിഷാദത്തെ യോഗമാക്കി മാറ്റുക. ജീവിതത്തിൽ വിഷാദം ധാരാളമുണ്ട്, റോ മെറ്റീരിയൽ വിഷാദമാണ്. അതിനെ അനുഗ്രഹമാക്കി മാറ്റുവാനുള്ള രഹസ്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എത്ര വലിയ നേട്ടങ്ങളുടെ പിന്നിലും മഹാത്യാഗത്തിൻ്റെ കഥകളുണ്ട്, ഭൗതികമായാലും ആത്മീയമായാലും. അതുകൊണ്ടാണ് കൃഷി പറഞ്ഞത് ത്യാഗേനൈകേ അമൃതത്വമാനശു. എത്ര വലിയ നേട്ടം ലഭിക്കണമെങ്കിലും ത്യാഗം വേണം. അതുകൊണ്ടാണ് ഋഷിമാർ ആദ്യം പറഞ്ഞു തന്നത് ത്യാഗേനൈകേ അമൃതത്വമാനശു, സത്യം വധ, ധർമ്മം ചര തുടങ്ങിയ വാക്യങ്ങളിലൂടെ അവർ പറഞ്ഞു തരാൻ ശ്രമിച്ചതാണ്. പണ്ട് കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. രാജകുമാരനാണെങ്കിലും 12 വർഷക്കാലം ഗുരുവിൻ്റെ സന്നിധിയിൽ താമസിച്ച് ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ ആ പ്രതിബന്ധങ്ങളെ നേരിടാനുള്ള കരുത്താർജിച്ചിരുന്നു. അപ്പോൾ രാജകുമാരനായാലും ഗുരുകുലത്തിൽ ഗുരുവിൻ്റെ ദാസ്യവേല ചെയ്ത് ത്യാഗത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുന്ന സ്ഥലമായിരുന്നു പണ്ടത്തെ ഗുരുകുലങ്ങൾ. ആദ്യം പഠിപ്പിക്കുന്ന പാഠങ്ങൾ തന്നെ അങ്ങനെയായിരുന്നു. ഈശാവാസ്യമിതം സർവം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇങ്ങനെ അമ്മ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു കുഞ്ഞിന് പ്രയാസമില്ല. ഈശ്വരൻ്റെ സ്നേഹം അമ്മയിൽ നിന്ന് അനുഭവിച്ചവരാണ് ഓരോരുത്തരും. അതുകൊണ്ട് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഭാവന ചെയ്യാൻ പറ്റും, അമ്മ ഈശ്വരനാണ്. അച്ഛൻ ഈശ്വരനാണെന്ന് പറഞ്ഞാലും അന്ന് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു. കാരണം അച്ഛനും അമ്മയൊക്കെ ഈശ്വരനെ പോലെയാണ് കുട്ടികളോട് പെരുമാറിയത്. സ്നേഹം മാത്രമാണ് അവർ കണ്ടത്. പക്ഷേ സ്നേഹം കഴിഞ്ഞാൽ ഗുരുവിൻ്റെ തലവും ഉണ്ടായിരുന്നു. കാരണം അമ്മയാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി. അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് കുഞ്ഞ് ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ ചിന്തിച്ച കാര്യങ്ങൾ, അമ്മ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, ഇതൊക്കെ കുഞ്ഞിൻ്റെ സ്വഭാവമായി മാറുന്നു. സ്വാമിജി പറഞ്ഞു വരുന്നത് ഈ ഒരു അറിവ് കുട്ടിക്കാലത്തെ കൊടുക്കണം. സ്വാമിജി ധാരാളം കുട്ടികളോട് ഇടപെടുന്ന ഒരാളാണ്. എങ്ങനെയാ സ്വാമിജി നമ്മുടെ ഒരു സംസ്കാരം ഒരു കുഞ്ഞിന്റെ ഉള്ളിലേക്ക് സംക്രമിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വാമിജി എങ്ങനെയാ അനുഭവിച്ചിട്ടുള്ളത്? ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ എൻ്റെ അനുഭവത്തിലൂടെ കുട്ടികൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. കഥകളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. പക്ഷേ ഭവനത്തിൽ നിന്നാണ് ആദ്യത്തെ പാഠങ്ങൾ പഠിക്കുന്നത് കൊണ്ട് അച്ഛനമ്മമാരെയാണ് അവർ അനുകരിക്കാൻ ശ്രമിക്കുക ആദ്യം. അപ്പോൾ കുട്ടി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളായിരിക്കണം. അതെ, പണ്ടൊരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ജീവിത വിജയത്തിന് എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു, ആഹാരത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് ആഹാരത്തിൽ നല്ല ശ്രദ്ധ, അതിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. അപ്പോൾ ഗുരു പറഞ്ഞു, ആഹാരമെന്ന് ഉദ്ദേശിക്കുന്നത് വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല, കാണുന്നതൊക്കെ ആഹാരമാണ്, കേൾക്കുന്നതൊക്കെ ആഹാരമാണ്, സ്പർശിക്കുന്നത് ആഹാരമാണ്,
ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് മുഴുവനും ആഹാരമായതുകൊണ്ട് നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ നമ്മളെ നന്മകളെ ഉണർത്താനുള്ള സാഹചര്യം പണ്ട് ഗുരുകുലങ്ങളിലുണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമാണ്. അച്ഛനും അമ്മയും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അവർ അറിയാതെ പലതും അനുകരിച്ചു പോകുന്നു. അകലെ നിന്നുകൊണ്ട് ഒരാൾക്ക് കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നു. ബ്ലൂ വെയിലിൽ ആത്മഹത്യ ചെയ്യിപ്പിക്കുവാൻ അകലെ നിന്നൊരാളുടെ കുസൃതിയുള്ള ഒരാൾക്ക് സാധിക്കുന്നു. അപ്പോൾ കുട്ടികളെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയുമല്ല, അവർ കാണുന്നതും കേൾക്കുന്നതും എന്താണോ അതാണ് അവരുടെ പേഴ്സണാലിറ്റി. അപ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ കുഞ്ഞുങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആധ്യാത്മികതയിലൂടെയാണ്. അവർക്കത് ഇഷ്ടമാണ്. നമ്മൾ അവരെ കൊണ്ട് പല പുരാണ കഥകളിലെയും കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നു, നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നു, സംഗീത പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അവർ ഈ കഥകളെക്കുറിച്ച് പഠിക്കുന്നു, ആ കഥാപുരുഷന്മാരായി മാറുവാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നന്മകളുടെ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയാൽ നമുക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പല അച്ഛനമ്മമാരും അമ്മയോട് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു ദുഃഖവും അറിയിക്കാതെയാണ് വളർത്തിയത്. അപ്പോൾ അമ്മ പറഞ്ഞു, അതാണ് നിങ്ങളുടെ തെറ്റ്. കാരണം കുഞ്ഞുങ്ങൾ ദുഃഖങ്ങൾ അറിഞ്ഞു വളരണം. അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, എത്ര കഷ്ടപ്പാടാണ് അവർ സഹിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ അവരെ പല കാര്യങ്ങളും ശീലിപ്പിക്കണം, പല കൊച്ചു ജോലികളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഞാൻ ഒരിക്കൽ ഒരു ക്ഷേത്രത്തിലെ പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ എത്തിയപ്പോൾ ആ പൂജാരിയുടെ വീട്ടിലെ അവിടെ നോക്കിയപ്പോൾ എല്ലാ ജോലിയും ചെയ്യുന്നതും അമ്മയും മക്കളുമാണ്. വലിയ പണമുള്ള വീടാണ്. അപ്പോൾ ആരോ ചോദിച്ചു, ഇവിടെ ഇവർ തന്നെയാണോ എല്ലാം ചെയ്യുന്നത്? അപ്പോൾ അച്ഛൻ പറയുന്നു, അതെ, കാരണം ഞാൻ അവരെ അങ്ങനെയാണ് ശീലിപ്പിച്ചത്. കാരണം ഏത് ജോലിയും മഹത്വമുള്ളതാണെന്ന് അവരറിയണം. അതുകൊണ്ട് വിളമ്പുന്ന ജോലി, അടുക്കളയിൽ പാകം ചെയ്യുന്ന ജോലി എല്ലാം വീട്ടുകാർ തന്നെ ചെയ്ത് കാണിക്കുന്നു. സംസ്കാരം ഭവനത്തിൽ നിന്ന് തുടങ്ങുന്നു. പിന്നെ നമുക്ക് വിദ്യാലയങ്ങളിൽ കൊടുക്കുന്ന അറിവ്, വിദ്യാലയങ്ങളിലും മത്സരബുദ്ധി വളർത്താതെ നന്മകൾ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പല ജോലികളും ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണെങ്കിലും വീടുകളിൽ സമ്മതിക്കാറില്ല. അതുപോലെ ദുഃഖങ്ങളുടെ കാര്യങ്ങൾ അവർ കാണണം. ബർത്ത്ഡേക്ക് പണം ധാരാളം ചിലവാക്കും, അവർ സുഹൃത്തുക്കളെ വിളിക്കും. പക്ഷേ അനാഥാലയത്തിലെ കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളുടെ ഉത്സാഹം ഞങ്ങൾ കണ്ടതാണ്. അവരോടൊത്ത് നൃത്തം ചെയ്യാനും അവരോടൊത്ത് പാട്ട് പാടുവാനും അവരുടെ കണ്ണീരൊപ്പുവാനും വെമ്പലാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയും, ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര അഹങ്കാരികളാണ്. അല്ല, തൊട്ടാവാടികളാണ്. ശക്തി ഇല്ലാത്തതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് കരയും. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കളികളിലൂടെ, കഥകളിലൂടെ അവരറിയാതെ ധ്യാനത്തിൻ്റെ രഹസ്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും എളുപ്പമാണ്, അമ്മ പറയാറുണ്ട്, ചിത്രരചന, കളറിങ്. അത് ദേവതാരൂപങ്ങളുടെ, പ്രകൃതി ദൃശ്യങ്ങളുടെ. അങ്ങനെ അവരുടെ ഉള്ളിലെ നന്മകളെ ഉണർത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ് പരിഹാരം.